പ്രൈസ് ലോർഡ്. ദൈവനാമത്തെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ മൂന്ന് നേരം പ്രാർത്ഥിക്കും, ചിലർ 2 നേരം പ്രാർത്ഥിക്കും, ചിലർ 5 നേരം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലും ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്താ തരാത്തതെന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. ദൈവമേ, ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, എന്നാലും എനിക്ക് ഉത്തരം എന്താ കിട്ടാത്തത്? എന്താ ദൈവമേ എന്നോട് കരുണ തോന്നാത്തത് എന്ന് നമ്മളെന്നും ചിലപ്പം ചോദിക്കാറും ഉണ്ടായിരിക്കും ദൈവത്തോട്. ആ ചിന്ത എനിക്ക് ഇന്നും വന്നിരിക്കുന്നത്. ദൈവം എനിക്ക് തന്ന വാക്യം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ഉം 25-ഉം വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിക്കും എന്ന് വിശ്വസിപ്പീൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ യാചിക്കുന്നതെല്ലാം നമുക്ക് കിട്ടിയെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിക്കുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ അതിനേക്കാട്ടിലും നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് therefore I say to you whatever thing you ask, നീ ചോദിക്കുമ്പോൾ, when you pray, നീ ചോദിക്കുമ്പോൾ believe that you receive them, നിനക്ക് കിട്ടി എന്ന് വിശ്വസിക്കുക. നീ ചോദിക്കുമ്പോൾ, യാചിക്കുന്നതല്ല, നീ ചോദിക്കണം എന്ന കർത്താവ് അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് എന്നും നിൽക്കുമ്പോൾ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അപരാധങ്ങൾ ക്ഷമിക്കേണ്ടതിന് വല്ലവനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ കർത്താവായ ദൈവം പറയുന്നത്, വല്ലവനോടും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ സമയത്ത് കർത്താവായ ദൈവം പറയുന്നു, നീ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അവനോടുള്ള വിരോധം നീ ക്ഷമിക്കണം. അവൻ നിന്നോട് ചെയ്ത തെറ്റുകളെ നീ ക്ഷമിച്ചിട്ട് നീ പ്രാർത്ഥിക്കാൻ നിൽക്കണം എന്നാണ്. കാരണം ആ സമയത്ത് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്, നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മൾ ചെയ്ത കുറ്റങ്ങൾ എല്ലാം ക്ഷമിച്ച് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മൾ ചോദിച്ചത് നമുക്ക് തരത്തുള്ളൂ. ക്ഷമിക്കാൻ പഠിക്കാം. ക്ഷമിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും കേൾക്കും. ക്ഷമിക്കുക, വിട്ടുക. നമ്മൾ ആത്മഭാരത്തോടെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച്, നമ്മുടെ ആത്മാവിനെ ശാന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുക ചെയ്യേണ്ടത്. മനസ്സിലൊന്നുമില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നിരിക്കും. ഈ വിശ്വാസം എന്നും ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.